ഇന്തോനേഷ്യയിലെ ഒരു ഔലിയാൻ്റെ മഖാം അല്ലെങ്കിൽ ദർഗ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മളിവിടെ. തർക്കങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിലെ ഗ്രസിക് എന്ന് പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ ഒരു പട്ടണത്തിലാണ്, ഒരു നഗരത്തിലാണ്. ഈ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ചെല്ലുന്നത് ആ മഖാമിലേക്കാണ് കേട്ടോ. ഇതാണ് ആ മഖാമിൻ്റെ എൻട്രൻസ്. ഇന്തോനേഷ്യയിലേക്ക് ഇസ്ലാം മതം എത്തിച്ച മഹാനായ സുനൻഗിരിയുടെ മഖാമ് കാണാനാണ് ഇന്തോനേഷ്യയിലെ പല ദിക്കുകളിൽ നിന്നും ആൾക്കാർ ഇവിടെ എത്തുന്നത്. ഈ ഒരു ഖബർ സിയാറത്തിന് വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലെ എല്ലാ ദ്വീപുകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വലിയൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതാണ്, നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു എനർജി കിട്ടി. വേറൊന്നുമല്ല, അവിടെ ഫുള്ള് ആൾക്കാർ ഫുള്ള് ബഹളാണ് കേട്ടോ. വാട്ട്സ് യുവർ നെയിം? My name is Hafiz. My name is Arika. Arika. My name is Asfar. Asfar. മന്താപ്. പിന്തർ സെമുവായ. ഞാൻ എത്തിയപ്പോൾ 4:35 കേട്ടോ ഇപ്പോൾ സമയം. ഇവിടെ നേരത്തെ ഇരുട്ടൂന്നറിയാമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലത്തെ എന്താ പറയുക ആ ഖബറിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും നല്ല ഇരുട്ട്. 24 മണിക്കൂറും ഇത് ഓപ്പൺ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു ലോകമാണ്. പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ഒരു മലേൻ്റെ മുകളിലേക്കാണ് കയറുന്നത് കേട്ടോ. ഗ്രസിക് എന്ന സ്ഥലത്തെ ഈ മലേൻ്റെ മുകളിലേക്ക് കയറുകയാണ് നമ്മൾ. ഇന്തോനേഷ്യയിലെ എല്ലാ ദ്വീപിൽ നിന്നും ഇവിടെ ഈ ഒരു ഖബർ സിയാറത്തിന് അല്ലെങ്കിൽ ഈ ഒരു മക്കാം സിയാറത്ത് ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക ഈ ഔലിയാനെ കാണാൻ വേണ്ടിയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവ ദ്വീപിലേക്ക് ഇസ്ലാം മതം എത്തിച്ചത് ഈ പുള്ളിക്കാരാണ് കേട്ടോ. ഇവിടെ അതല്ലാതെ പുള്ളിക്കാരൻ്റെ മാത്രമല്ലാതെ വേറെ കുറേ ഖബറുകളും കാര്യങ്ങളൊക്കെ കയറി പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും കേട്ടോ. 1989 മരണപ്പെട്ട അബ്ദുൽ ലത്തീഫ് എന്ന് പറഞ്ഞ ആരുടെയോ ഖബറാണ്. നമ്മളിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ പടച്ചോൻ വിശാലായി കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ രണ്ട് വശത്തും ഖബറിടങ്ങളാണ് കേട്ടോ. ഇവിടെയും അവിടെയും കുറേ ഖബറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നത്. കയറി പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗേറ്റ് നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ ബാലിയിലൊക്കെ കാണുന്ന മാതിരിയുള്ള ഒരു ഗേറ്റ് അവിടെ ഉണ്ട്. എനിക്ക് കൂട്ടായിട്ട് കുറേ പേരുണ്ട് കേട്ടോ. ഒരു 3-4 മലയാളികളും കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഇവിടെ ഒരു മലയാളീൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ നാളെ ആ കമ്പനി വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ഈ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ നമുക്ക് വേറൊരു കുന്ന് കാണാം. ആ കുന്നിൻ്റെ അപ്പുറത്ത് ആ ഒരു ഗ്രസിക് പട്ടണത്തിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. ചിലപ്പോൾ അത് വലിയ തർക്കങ്ങൾക്ക് തന്നെ വഴി ഉണ്ടാക്കാം. ഇന്ത്യ പുള്ളിക്കാരൻ പറഞ്ഞത് 99 സോറി കേട്ടോ, ഇവരൊക്കെ നമ്മളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരാൻ 99 സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് നടന്നു വരുമ്പം. ഒരു പള്ളീൻ്റെ ഫീൽ അല്ല. നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് ഏതെങ്കിലും ഒരു ദർഗയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ കുറേ ആടുകളും പഴവും ഈച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെ എല്ലാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല, ഒരു വൃത്തിയായിട്ടാണ് കേട്ടോ സൂക്ഷിച്ചേക്കുന്നത്. ഇതൊരു വിവാദമായിട്ടുള്ളൊരു വീഡിയോ ആക്കി മാറ്റരുത് തിരുമകാസി. ഇതൊരു വിവാദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ആരും കാണരുത്. കുറേ സ്കോളേഴ്സ് ഇതിനെതിരാണ്. ഈ എന്താ പറയുക ഖബർ സിയാറത്ത് ചെയ്യുന്നതിലും അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിലൊക്കെ അത് ശിർക്കിലേക്ക് നയിക്കുമെന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശരിയായ കാര്യം ഇതിനെ അറിയാത്തത് കൊണ്ടും ഞാനൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഈ സ്ഥലം കാണാനായിട്ടും. ഇവിടെ എന്താണ് കാര്യം, ഇത്രയും ആൾക്കാർ ജാവ ദ്വീപിൽ നിന്നും ബാക്കിയുള്ള കുറേ ദ്വീപുകളിൽ നിന്നൊക്കെ ഇവിടെ പല ആൾക്കാരും എത്തുന്നുണ്ട് കേട്ടോ. ഇതാണ് നിങ്ങൾ പറഞ്ഞ ഈ സുനാൻഗിരി, ഇതാണ് കേട്ടോ നടുക്കിരിക്കുന്ന ആളാണ്. പുള്ളിക്കാരനാണ് ഇവിടെ, പുള്ളിക്കാരൻ്റെ ഖബറാണ് ഇവിടെ ഉള്ളത്. ഇനി siapa itu? Wali. Syekh Abdul Qadir Jailani, Sunan Giri. അപ്പോൾ ഓര് നമുക്ക് ഇവിടെയുള്ള ചരിത്രമൊക്കെ കുറച്ച് പറഞ്ഞു തന്നെയാണ്. അബ്ദുൽ ഖാദിർ ജീലാനീൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചേക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ നമ്മൾ പല സ്ഥലങ്ങളിലും വിശ്വാസം കൂടുന്നതനുസരിച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ വരാറുണ്ട്. ഇവിടെയുള്ള സംഭവങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന അറിവുകളാണ് അങ്ങോട്ട് പറയുന്നത്. നമ്മൾ ആ മക്കാമിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബിസിനസ് നല്ല അടിപൊളിയായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ കുറേ കടകളും തുണികളും കുട്ടികൾക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ആദ്യം നമ്മൾ വന്ന സ്ഥലത്തോട് തന്നെ പോവാം. മുകളിലോട്ട് കയറിയാലാണ് നമുക്ക് മക്കാമ് സന്ദർശിക്കാൻ പറ്റുക. നമ്മുടെ നാട്ടിലെ കുറേ ഉസ്താക്കന്മാർ ഇതിനകത്ത് സുന്നി സലഫി അവർ ഇതിന് തമ്മിലുള്ള വിവാദങ്ങളും വിവാദ പരാമർശങ്ങളും തമ്മിൽ ഇതിനോട് വിയോജിപ്പൊക്കെ കാണിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും ബാ. അപ്പൊ ഖബർ namanya siapa? Roni. ഫാറൂഖ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും ചെരുപ്പ് ഉരുട്ടിട്ടാണ് പോകേണ്ടത്. പിന്നെ ഇവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഇവിടെയുള്ള ബർക്കത്തുള്ള വെള്ളം എന്നൊക്കെ പറഞ്ഞായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെരുപ്പ് നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കണം. കാര്യം നമ്മൾ ഇറങ്ങുന്ന വേറെ വഴിക്കാണ്. ഇത് വെല്ലുവാറാണ്.
അപ്പോൾ ഇവിടെ കുറേ കോറൽ റീഫ്സ് ആണ് കേട്ടോ, പവിഴപ്പുറ്റുകൾ അല്ലേ. കടലിൻ്റെ ഉള്ളിൽ നിന്ന് പവിഴപ്പുറ്റുകൾ പറക്കിയിട്ടാണ് കേട്ടോ ഇവിടെ ഇട്ടേക്കുന്നത്. ഞാനാണ് ഒച്ചത്തി ഇവിടെ സംസാരിക്കുന്നത്, ബാക്കി എല്ലാവരും സൈലൻ്റായിട്ട് സംസാരിക്കാം. അവിടെ ഇല്ലെങ്കിൽ പതുക്കെ സംസാരിക്കാം. ഇവിടെ എൻ്റെ വഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വഞ്ചികൾ കുറേ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ഏത് സ്ഥലത്ത് വന്നാലും അവിടെയുള്ള ആൾക്കാരെ ബഹുമാനിക്കണം, അവരുടെ വിശ്വാസങ്ങൾ നമ്മൾ ബഹുമാനിക്കണമല്ലോ. അതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ ഇവരെയൊക്കെ ബഹുമാനിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നവർ ഇവർ പല ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ഒരു അമ്പലത്തിൻ്റെ രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം കബറുകളുണ്ട് കേട്ടോ, കുറേ കബറുകൾ. കുട്ടികളവിടെ കളിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കബർ ഇവിടെ ഉണ്ട്. അയ്യോ, 15-ാം നൂറ്റാണ്ടിൽ ഇന്തോനേഷ്യയിലെ ജാവാ ദ്വീപിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചിട്ടുള്ള ആളുടെ മക്കാമിലാണ് നമ്മളുള്ളത്. ഖബർ സിയാറത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്തോനേഷ്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഈ സ്ഥലത്ത് ഖബർ സിയാറത്തിനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഒരാളെത്തും. ആൾക്കാരിങ്ങനെ കുനിഞ്ഞ് താന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. അവർ ഇറങ്ങി വരുന്ന ദൃശ്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അവിടെ ഉണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വല്യുമ്മ മരണപ്പെടുമ്പോഴത്തേക്ക് അവരുടെ കുടുംബാംഗങ്ങൾ പള്ളിയിലേക്ക് ബുക്കുകൾ നേർച്ച കൊടുക്കും. വേണ്ടേ, ഇത് ഈ ബാപ്പക് മുല്യാദി, ഇത് 2025 ഡിസംബർ 24 മരണപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ഇവിടെ പള്ളിക്ക് സംഭാവന ചെയ്ത ബുക്കാണ്. 2022 മരണപ്പെട്ട ഇബു സിംപൻ്റെ കൊടുത്ത ബുക്കാണ്. വേണ്ടേ, 2018 മരണപ്പെട്ട മുസ്തവാൻ എന്ന് പറഞ്ഞ പുള്ളിക്ക് വേണ്ടിയിട്ട് പുള്ളിയുടെ പേരിൽ ഇവിടെ പള്ളിയിലേക്ക് ഹദിയ ചെയ്ത ബുക്കാണ് ഇത്. ഇതിലെ യാസീൻ ബുക്കാണ് കേട്ടോ. സൂറത്ത് യാസീനും തഹ്ലീലും ഉള്ള ബുക്കുകളാണ്. യാസീൻ്റെ ദുആ ആണ് കേട്ടോ. ഖാദിറിൻ്റെ മകനായ റിയോനോ ാണ്. ഇതും പവിഴപ്പുറ്റാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാർ ഇറങ്ങി വരികയാണ്. കുനിഞ്ഞ് വേണം ഇറങ്ങാൻ. കാര്യം ഹൈറ്റ് നല്ല തീരെ കുറവാണ് കേട്ടോ. കുനിഞ്ഞിട്ട് വേണം അതിന്ന് ഇറങ്ങാൻ. ഒരു നല്ല തണുപ്പുണ്ട് ഇവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഓടാണ് കേട്ടോ. ഓടിലിൻ്റെ താഴെ ഇത് ചെയ്തേക്കുക, ഇൻറ്റീരിയർ ചെയ്തേക്കാണ്. ഈ കാണുന്ന ഒരു കെട്ടിടവും ഓടാണ്, ചെളി കൊണ്ടുള്ള ഓട്. പിന്നെ താഴെ ഫുള്ള് തടിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ അവർ ക്ലോത്തിൻ്റെ കർട്ടൻ ഇട്ടേക്കാണ് കേട്ടോ. കുറേ ആൾക്കാർ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇവരെല്ലാം ഇറങ്ങിയിട്ട് വേണം ഈ നിൽക്കുന്ന ആൾക്കാർക്ക് ഉള്ളിലേക്ക് കയറാൻ. കബറ് കണ്ടോ, കബറുകളെല്ലാം ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ കുറേ അതുവഴി നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടുന്ന് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇനി കയറുന്നത് ഒരു വഴി മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നറിയില്ല. നമുക്കും പോയി എന്തായാലും ക്യൂ നിൽക്കാം. ക്യൂ നിന്ന് നമുക്ക് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഉള്ളിൽ കയറിയിട്ട് ഈ പറഞ്ഞ 15-ാം നൂറ്റാണ്ടിൽ ഇന്തോനേഷ്യൻ ജാവാ ദ്വീപിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ച ഇന്തോനേഷ്യയിലെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 9 സൂഫി സന്യാസിമാരാണുള്ളത്. അവരെ വലിയ സോങ്കോ എന്നാണ് ഇവർ വിളിക്കുന്നത്, അല്ലെങ്കിൽ 9 ഔലിയാക്കൾ. ഈ 9 പേരിൽ ഏറ്റവും ശക്തനായ ഒരു കിരീടം ധരിക്കാത്ത രാജാവ് എന്നൊക്കെയാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് ഈ സുനാൻഗിരിനെ. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാധൻ പാക്കു അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ രാധൻ പാക്കു ആണ് സുനാൻഗിരി ആയത്. ഗിരി എന്ന് വെച്ചാൽ മലയെന്നാണ് കേട്ടോ ഇന്തോനേഷ്യയിൽ അർത്ഥം. നമ്മുടെ നാട്ടിലും ഗിരി എന്ന് വെച്ചാൽ മലയാണല്ലോ. ആൾക്കാർ ഓരോ കുഞ്ഞു കബറിൻ്റെ അടുത്തൊക്കെ വന്നിരുന്ന് യാസീനൊക്കെ ഓതുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതെല്ലാം ഈ കാണിക്കിടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും ആരും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും കാണിക്കിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. മക്കാം ഐനുൽ യാക്കീൻ സുനാൻഗിരി മെനന്തു സുനാൻ അമ്പൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കയറുന്ന വഴി തല കുനിഞ്ഞ് വേണം, ഇന്തോനേഷ്യക്കാർ തല കുനിച്ച് വേണം കയറാൻ. അപ്പോൾ നമ്മളെങ്ങനെ കയറണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ നല്ലപോലെ തല കുനിച്ച് കയറണം. അതെല്ലാം ഒരു പ്രത്യേക രീതിയിൽ കണ്ട ഒരു അമ്പലം പോലെയാണ് കേട്ടോ ഇവർ പണിഞ്ഞ് വെച്ചേക്കുന്നത്. കൊത്തുപണികളും കാര്യങ്ങളൊക്കെ അമ്പലം പോലെ കൊത്തുപണികളാണ്. അല്ലാ, ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മറ്റ് കബറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇന്തോനേഷ്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും സിയാറത്തിന് വേണ്ടിയിട്ട് വരുന്ന മക്കാം കേട്ടോ. പ്രശസ്തനായ സുനാൻഗിരി എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല, അദ്ദേഹത്തിൻ്റെ കബർ. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ മറ്റേ അമ്പലത്തിൽ ചെയ്യുന്ന പോലെ അല്ലേ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ ജാവാ ദ്വീപിലൊക്കെ ഉള്ള അല്ലേ അവരുടെ ഒരു സെറ്റപ്പാണ്. ആനക്കൊമ്പ് കണക്ക് മരം ഫുള്ള് നല്ല തടിയും മരമൊക്കെയാണ് കേട്ടോ. കേരളത്തിൽ ഇതിനെപ്പറ്റി കുറേ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും ഇങ്ങ് ദൂരെ ഇന്തോനേഷ്യയിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മീയതയുടെയും സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമാണ് കേട്ടോ ഇത്. ഇവിടെയുള്ളവർക്ക് ഇത് വെറും ഒരു കല്ലറയല്ല, തങ്ങൾക്ക് വെളിച്ചം തന്ന ഒരു വലിയ ചരിത്ര പുരുഷനോടുള്ള നന്ദി പ്രകടനമാണ് ഈ കാണിക്കുന്നത്. ഇവിടെ ആൾക്കാരിങ്ങനെ തവാഫൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എത്രത്തോളം
എന്താ പറയുക അക്സെപ്റ്റബിൾ ആണെന്നൊന്നും അറിയില്ല. എന്തായാലും തവാഫ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇങ്ങനെ ചുറ്റും കറങ്ങുകയൊക്കെ ചെയ്യും. ഇതെല്ലാം കട്ടനിട്ട് മൂടിയൊക്കെയാണ് അല്ലേ. ഇത് ഇവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഖബറായിരിക്കും, അതായത് ഉള്ളിൽ കൊടുത്തേക്കുന്ന ദേവി മുർത്തോസിയ ഗർവോ സുനാൻഗിരി. എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ മകളോ മരുമകളോ അങ്ങോട്ടായിരിക്കും അല്ലേ ഗർവോ. ഈ ഉള്ളിലുള്ള സുനാൻഗിരി അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആരുടെയോ ആണ് കേട്ടോ ഖബർ. അവിടെ പൂക്കളൊക്കെ ഇട്ടിട്ട് ഇവിടെ പൂക്കളൊക്കെ വാടി കിടപ്പുണ്ട്. ഇത് മകളാണല്ലേ? ആ ഇതാണ് കറക്റ്റ് ശരിക്കും മകളെന്ന് തോന്നില്ലേ, പുത്രി റാഗിൽ. ഓ ഒന്നുകൂടെ ആ ക്ലാസ്സിൽ കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം. ഇത് യാസീനൊക്കെയാണ് കേട്ടോ ഓതുന്നത്, എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലേ ഇതാണ് ഉള്ളിൽ, അതും തടിയിലൊക്കെയാണ് കേട്ടോ. ആ ഒരു ഖബറിൻ്റെ ചുറ്റും ഒരു ഗേറ്റ് പോലെയൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. 1493 ജനിച്ചു, 1506 മരണപ്പെട്ടു. ഫാനൊക്കെ എന്തിനാണെന്ന് അറിയത്തില്ല, ആൾക്കാർ കയറുമായിരിക്കും കേട്ടോ. ഇവിടെ എല്ലാം വഞ്ചി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങാം, നമുക്കിവിടെ വേറെ റോളൊന്നുമില്ല. അവർ സ്വലാത്തും ഇല്ല കേട്ടോ. അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, assalatu wassalamu alaikum ya Rasulullah. Ya, terima kasih. Di dalam ini enggak boleh. Kamera baca kamera di dalam. Enggak, ini untuk saya saja. Ini portrait saya saja. Saya muka saya saja. അങ്ങനെ അപ്പം അതിൻ്റെ പുറത്തിറങ്ങി ക്യാമറ ഉള്ളിൽ അലൗഡ് അല്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എൻ്റെ മുഖം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലും അപ്പുറം ചാടിക്കടന്നവനാണ് കെ കൊച്ചു പൗലോസ്. കുടുംബാംഗങ്ങളുടെ ഖബറാണ് കേട്ടോ ഇവിടെ എല്ലാം ഉള്ളത്. ഇത് ഈ പറഞ്ഞ സുനാൻഗിരി പുള്ളിക്കാരൻ്റെ മകൻ്റെ ഖബറാണ് ഈ കാണുന്നത്. അങ്ങനെ കുടുംബക്കാരുടെ ഖബറുകളാണ് ഇവിടെ ഫുള്ളുള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ ഇവിടുത്തെ വഞ്ചിയിലൊന്നും പൈസ ഇടാൻ. ബാക്കി എല്ലാവരും നല്ല പൈസ ഇട്ടു. ഇനി നമ്മളെ കൂട്ടത്തിൽ വന്ന ഇന്തോനേഷ്യക്കാരെങ്കിലും പൈസ ഇട്ടുമെന്ന് അറിയത്തില്ല. നമ്മുടെ കൂടെ കുറച്ച് ഇന്തോനേഷ്യൻ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ പരിചയപ്പെട്ടതാണ്. കേട്ടിട്ടുള്ളത് ഖബർ ഇങ്ങനെ കെട്ടി മുകളിലേക്ക് പൊക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. കാര്യം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടില്ല, നമുക്ക് കേട്ടുള്ള അറിവേ ഉള്ളൂ. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. നമ്മൾ കയറുന്ന വഴിയല്ല കേട്ടോ തിരിച്ചിറങ്ങുന്നത് വേറെ വഴിയാണ്. ഒരു കാര്യം എനിക്ക് ഇത്ര കുറച്ച് അരോചകമായി ഫീൽ ചെയ്തത് ഇത് മാത്രമേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും വഞ്ചിയാണ് കേട്ടോ, ഫുള്ള് വഞ്ചിയാണ്. ഇവിടെ നിരത്തി ഖബറാണ് കേട്ടോ, എല്ലാം കല്ലുകൾ കൊണ്ട് പണിഞ്ഞിരിക്കുന്ന ഖബറുകളാണ് ഇവിടെയുള്ള എല്ലാം. പക്ഷെ ഇവിടെ ഒന്നും പേരും കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ, ആരുടെ ഖബറാണ് എന്താണെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. അതെ, കുട്ടികളൊക്കെ കളിക്കുകയാണ് ഇവിടെ നിന്ന്. ഹലോ അതെ, അസ്സലാമു അലൈക്കും. സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക, അയാൾക്ക് എന്തിനാണ് പൈസ കൊടുക്കുന്നത്? ഇനി നമുക്ക് ഇവിടുത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന കടകളാണ് കേട്ടോ. പിന്നെ ഇന്തോനേഷ്യക്കാരുടെ പ്രിയപ്പെട്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലായിടത്തും കിട്ടും. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എവിടെ പോയാലും അവിടെ പുറത്ത് കുറേ കടകളുണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലത്തുള്ള, ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ ആറ്റിങ്ങര പള്ളിയിലൊക്കെ പോകും, ഏർവാടിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പള്ളീൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെയാണ്. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈച്ചയോ അഴുക്കോ പിന്നെ ആടോ കോഴിയോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ല കേട്ടോ. കൈലിയാണിത്. ഇത് 50 രൂപ, അതൊക്കെ 50 രൂപ നാട്ടിലെത്താൻ. ആ, ഇത് 60 രൂപ. ലിഹാത്ത ജഗപ്പ പയ. അവർ ആ ഒരു മഹാൻ്റെ പേരിൽ ടീഷർട്ടൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്തോനേഷ്യക്കാർ കുറച്ച് മാർക്കറ്റ് ചെയ്യാൻ അവർക്കറിയാം. ഇത് മേടി സിഗരറ്റ് വലിക്കുമ്പോൾ ചുണ്ട് കറക്കാതിരിക്കാനുള്ള സാധനം. ഇവരാരും സിഗരറ്റ് വലിക്കില്ല കേട്ടാ. അതല്ല ഞങ്ങൾ 3 ആൾക്കാരും സിഗരറ്റ് വലിക്കില്ല കേട്ടാ. നോ സ്മോക്കിംഗ്. ദിലാറങ് റോക്കോക്ക്. ഹലോ അപ്പ ഖബർ കലിയാൻ lagi apa? Come from you. I am from India actually. Yeah, I am here for exploring the places in Gresik. Gresik is very beautiful. What's your name, bro? Namanya siapa? Biden. Hah? Bidan. Alejandro. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവരെല്ലാം പരിചയപ്പെടുത്തും കേട്ടോ. ഇത് തെരീസ എന്നാണ് കുട്ടീൻ്റെ പേര്. തെരീസ നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തും. ഇത് ലൈലാണ്. ലൈലിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തും. ഇത് നമ്മളെ സ്വന്തം ആളാണ്.
സുജാദ് ഖാൻ നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തും. നമ്മളെ ബാക്കിൽ നിൽക്കുന്ന നമ്മുടെ മാനേജിങ് ഡയറക്ടർ നീരജാണ്. നീരജിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓരോ വീട്ടിലേക്ക് പോകാനുള്ള വഴികളാണ്. അപ്പോൾ വീടിൻ്റെ ഇടക്കാണ് ഈ പരിപാടികളൊക്കെ ഉള്ളത്. ഒരു കുന്ന് പോലത്തെ സ്ഥലം, മലയെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുന്ന് ഇല്ലേ. ഇവിടെ ഉണ്ടല്ലോ ആ വണ്ടി അവിടെ വയ്ക്കാൻ 40 രൂപയാണ് കേട്ടോ, 40 രൂപ ബൈക്കാണെങ്കിൽ. പിന്നെ കാറാണെന്നുണ്ടെങ്കിൽ 100 രൂപ 150 രൂപ എന്തോ ആണ്. അപ്പോൾ ഇവിടെ കയറാൻ എൻട്രൻസ് ഫീ ഇല്ലെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നല്ലപോലെ പൈസ വാങ്ങിക്കുന്നുണ്ട്. അജ്മൽക്ക, നിങ്ങൾ എത്ര വർഷമായിട്ട് ഈ ഒരു സ്ഥലത്തുണ്ട്? 3 വർഷമായിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടില്ലല്ലോ? ആ, വലിയായിട്ടൊന്നും ഇല്ല വിചാരിക്കും. പക്ഷേ നിങ്ങൾ പറഞ്ഞില്ലേ ഈ സ്ഥലത്ത് കുറേ ആൾക്കാർ വരുന്നുണ്ടല്ലേ, ദൂരെ എന്നൊക്കെ. ഇന്തോനേഷ്യയില് എല്ലാ സ്ഥലത്തും 24 അടക്കലൊന്നും ഇല്ല. ശനി രാത്രി ഇങ്ങോട്ട് വരാനില്ല, അത്രയ്ക്കും തിരക്ക്. വലിയ ടൂറിസ്റ്റ് ബസ്സില്ലേ, ഒരേ ഡ്രസ്സ് യൂണിഫോം ആയിട്ട് ഒരുപാട് ദൂരത്തുനിന്ന് നമ്മളിവിടെ വന്ന് എന്നും വേണ്ട അത്രയും ആൾക്കാർ വരുന്ന സ്ഥലമാണ് കേട്ടോ. കാര്യം കുറെ ആൾക്കാർക്ക് എന്താ പറയാ, എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്. ഭയങ്കര വിശ്വാസം ഇന്തോനേഷ്യയിലെ എല്ലാവർക്കും 90% ആളും ഭയങ്കര വിശ്വാസികളൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു ദിവസം തന്നെ അജ്മൽക്ക് അതിൻ്റെ ഉള്ളിൽ കയറണം കേട്ടോ. പകുതി കയറി പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയോണ്ട് ഞാൻ ഇറങ്ങിയതാണല്ലേ. തിരിച്ചിറങ്ങിയതാണ് ഉടനെ കൂടെ. അപ്പോൾ നമുക്ക് ഞാൻ ഇത് ബുക്ക് ചെയ്ത് പൊക്കോളാം. ഓക്കെ, ബൈ കാണാം കേട്ടോ. ബൈ. അപ്പോൾ ഓക്കെ ശരി. ആലപ്പുഴ വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ കോഴിക്കോട് വരുമ്പോൾ കാണാം. അപ്പോൾ കാണാം, കോഴിക്കോട് വരുമ്പോൾ കാണാം. ഓക്കെ. atau bakso aja? Pentol rombong. Oh, di sini bilang pentol ya. അവിടെ നിൽക്കുന്ന കാക്കാമാരൊക്കെ ഈ പെണ്ണിനെ കളിയാക്കുന്ന കേട്ടാ. ഒന്ന് അടങ്ങിയിട്ടാ നീലശർട്ട് ഇട്ടവനെ. ഞാൻ കൊച്ചിൻ്റെ സംസാരിച്ചപ്പോൾ ഉണ്ടല്ലോ, ഓളത്ത് പറയാണെന്തോ അവിടെ നിന്ന് വിളിച്ച് പറയാണ് എന്താ ഓനെ കെട്ടിക്കോളാനൊക്കെ. എനിക്ക് ഭാഷ പറയാം. ഓ, അയാൾക്ക് ഭാഷ അറിയാവുന്നു. ഞാൻ പറഞ്ഞേ അറിയാമെന്ന്. ഞാൻ ആ പെങ്കുച്ചോട് സംസാരിച്ചപ്പോൾ അതാണ് ആ പെങ്കുച്ച അവിടെ നിന്ന് കുണുങ്ങുന്നത്. കെട്ടുമെന്ന് ചോദിക്കാൻ, നിന്നെ കെട്ടുമെന്ന് ചോദിക്കാൻ. അപ്പം ഞാൻ ഇവിടുന്ന് തിരിച്ച് പോകാനാട്ടാ. ഇവിടുന്ന് ഒരു വണ്ടി ബുക്ക് ചെയ്ത് ഞാൻ ആളടുത്ത് ചോദിച്ച് ഹെൽമെറ്റ് ഇടാതിരിക്കാൻ പറ്റുമെന്ന്. കാര്യം ആ ഹെൽമെറ്റ് കണ്ടിട്ട് തലയിലിടാൻ തോന്നില്ല കേട്ടോ, അമ്മാതിരത്തെ കണ്ടീഷനിൽ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.